ചിരിയടാ ചിരി. നിന്റെ ചിരിയുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു പണിഷ്മെന്റ്. അതിപ്പോ അച്ഛനെ വിളിച്ചിട്ട് വന്നാ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഓ, നിന്റെ ഈ ചിരിയുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എന്റെ അച്ഛൻ വരൂലെന്ന് അറിഞ്ഞിട്ടല്ലേ. അതിന് ഞാനേ കോട്ടയത്ത് നിന്ന് ഒരു ഗുണ്ടൻ എന്റെ അച്ഛനായിട്ട് സെറ്റ് ചെയ്തിറക്കിയിട്ടുണ്ട്. പറഞ്ഞൂല പുള്ളി എവിടെ? ചേട്ടോ മോളെ, അച്ഛന്റെ മോളെ, അച്ഛനൊന്ന് കെട്ടിപ്പിടിക്കരി. ഒരു ഉമ്മളാടി. എന്താണ് ചേട്ടാ ഇത്? എന്തൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് മെനയില്ലല്ലോ. എന്റെ അച്ഛന്റെ ലുക്ക് വന്നില്ലല്ലോ. മെന നോക്കണ്ട, ഞാൻ അഭിനയിച്ച് പിടിച്ചോളും. അഭിനയിച്ച് പിടിക്കണേന്ന് എനിക്ക് മനസ്സിലായി. കൈ എടുക്കളവാ. അതെ, ഞാൻ പറഞ്ഞത് വല്ല ഓർമ്മയുണ്ടാ? കൈ എടുക്കളവാന്നല്ലേ? അതല്ല, ഞാൻ ബസ്സിൽ വന്നപ്പോ പറഞ്ഞില്ലേ, അത് വല്ല ഓർമ്മയുണ്ടാ? ഓർമ്മയുണ്ടോന്ന്? ഓർമ്മയിൽ എന്തായിരുന്നത്? എന്റെ ദൈവമേ, കോട്ടയത്ത് എറണാകുളം എത്തണ വരെ ഇയാളടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്തതാ. എല്ലാം മറന്നാ? അതെന്താ സംഭവം അറിയുമോ? എനിക്ക് ബസ്സിന്റെ സൈഡ് സീറ്റ് കിട്ടിയാൽ ഞാൻ അപ്പൊ കിടന്നുറങ്ങും. അതാണ് പ്രശ്നം വന്നത്. എന്റെ ദൈവമേ, ഇതുപോലത്തെ ഒരു മണ്ടനെ വിളിച്ചിട്ടുള്ള ഞാൻ ഇങ്ങോട്ട് വന്നത്. മണ്ടനാ? ഞാനാ? എന്നെ കുറിച്ച് അറിയാൻ പാടില്ലായിട്ടാണ്. എന്നെ കുറിച്ച് കേട്ടല്ല, കുട്ടി ഞെട്ടും. എന്നാന്ന് പറഞ്ഞ ഞാനൊന്ന് ഞെട്ടട്ടെ. കോട്ടയം ജില്ലയിൽ കാശ് തന്നു കഴിഞ്ഞാൽ ആരെയും കൊല്ലാനും. ഹലോ, ഇല്ലടി, ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടില്ല, പുറത്ത് നിൽക്കണേണ്. ഞാൻ വിളിക്കാം. ശരി. കോട്ടയം ജില്ലയിൽ കാശ് കിട്ടി കഴിഞ്ഞാൽ ആരെയും നീ ക്ലാസ്സിൽ കയറിയില്ലേ? വായി നോക്കി നിൽക്കാണ്ട് ക്ലാസ്സിൽ പൊടി. കോട്ടയം ജില്ലയിൽ കാശ് എന്തൊക്കെയുണ്ട്? ഒരു മിനിറ്റ്, ഞാനൊരു കഥ പറയാൻ വേണ്ടി നിൽക്കാം. കുറെ നേരെ കഥ പറയാൻ വേണ്ടി. അല്ല, പറഞ്ഞ ചേട്ടൻ പറഞ്ഞ. കോട്ടയം ജില്ലയിൽ കാശ് കുട്ടിയാകിലെ ഒറ്റക്ക് തിന്നല്ലേടാ, എനിക്കും കൂടി താടാ. ഈ പെണ്ണിന്റെ വായ കുത്തി കെട്ടോ കുറെ നേരം. പറഞ്ഞോ ചേട്ടാ, കോട്ടയം ജില്ലയില്. കോട്ടയം ജില്ലയിലാ? കോട്ടയം ജില്ല കുറെ മിമിക്രിക്കാരുണ്ട് കേട്ടോ. കോട്ടൺ നസീർ, ഗിന്നസ്, പക്രു, കലാപം, പ്രചോദ്, ഇവരൊക്കെ കോട്ടയത്തുള്ള. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ. ചേട്ടൻ പറഞ്ഞു വന്ന കഥ പറ. എനിക്ക് പറയാൻ കഥയില്ല. അല്ലാണ്ട് കഥയിൽ കൗണ്ടറിൽ എന്നോട് വിളിച്ചൊരു കാര്യം പറ. ചേട്ടാ, പ്രിൻസിപ്പാള് വീണപ്പോഴേ ഇവിടുത്തെ പ്യൂൺ പിടിച്ചില്ല. അപ്പൊ ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത്. അതിന് താണ്ടെ പ്രിൻസിപ്പാള് പറഞ്ഞേക്കണേണ് എന്നോട് അച്ഛനെ വിളിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. അയ്യേ, ഈ ചെയിൽ കേസിന് ഡ്യൂപ്ലിക്കേറ്റ് എന്നോട് വരാൻ പറഞ്ഞത്. സ്വന്തം അച്ഛനെ വിളിച്ചു പറടോ. അയ്യോ, അത് പറ്റൂല. എന്റെ അച്ഛൻ ഭയങ്കര കർശനക്കാരനായ പോലീസുകാരനാണ്. തന്റെ അച്ഛനെ സമ്മതിക്കണം കേട്ടോ. ഒരേ സമയത്തൊക്കെ രണ്ട് ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ സർക്കസുകാരനായ പോലീസുകാരൻ. താൻ എത്ര പഠിക്കണം? ആദ്യം മാക്ക് പഠിക്കണം കേട്ടോ. അപ്പൊ ഞാനൊരു കാര്യം പറയാം. തന്റെ അച്ഛൻ കുണ്ഠിത മനോഭാവമുള്ള ഒരാളാണ്. കുണ്ഠിത മനോഭാവമുള്ള ഒരാളാണ്. അപ്പൊ ഞാനിത് ഓക്കെ, ഞാനിവിടെ എന്താണ് ചെയ്യേണ്ടത്? ചേട്ടൻ നേരെ പ്രിൻസിപ്പാളിന്റെ അടുത്തേക്ക് ചെല്ല, എന്നെ പറ്റി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് പറയാ, എങ്ങനെയെങ്കിലും ഇതൊന്ന് കോംപ്രമൈസ് അടിച്ച് പുറത്താക്കാം. ഇവിടെ ചേട്ടൻ എന്തേ കുപ്പി മാറ്റിയത്? ഇത് ഞാൻ ചെയ്യാം. പക്ഷെ പ്രശ്നമുണ്ട്. ഞാൻ എന്താണ് അവിടെ പോയി പറയേണ്ടത്? ഗവൺമെന്റ് ആർട്സ് കോളേജിലെ MA ലിറ്ററേച്ചർ വിദ്യാർത്ഥിനിയായ ശാരികയുടെ അച്ഛൻ റിട്ടയർഡ് DYSP പ്രഹ്ലാദൻ പാപ്പരക്കോട്. ഇത്രയും പറഞ്ഞാൽ മതി. ആരെ നോക്കണ? ഇത് പറഞ്ഞിട്ട് വേറെ ആരെങ്കിലും വരും? അല്ല, അതിനല്ലേ ചേട്ടൻ വന്നേക്കണ. ഞാൻ പറയണം. പിന്നെ റെഡ് ബൾബ് ബ്ലൂ ബൾബ് എന്ന് പറയാൻ പറ്റുമോ? ചമ്പക്കര തങ്കപ്പൻ, സൈക്കിൾ റാലി, ഇതൊക്കെ ഞാൻ പറയണേ എന്തിനാണ്? താനൊരു ഗെയിം ഷോ ഇങ്ങോട്ട് ഇട്ടപ്പോൾ തിരിച്ചൊരു ഗെയിം ഷോ ഞാൻ അങ്ങോട്ട് ഇത് ഗെയിം ഷോ അല്ല. പ്രിൻസിപ്പാൾ ചോദിക്കുമ്പോ എന്റെ അച്ഛനെ പരിചയപ്പെടുത്തണ്ടേ? അതാണോ? അത് ഞാൻ പറഞ്ഞോളാം. അല്ല, ചേട്ടൻ പറയോന്നുള്ള എനിക്ക് ഡൗട്ട് ഉണ്ട്. ഒരു കാര്യം ചെയ്യും, നമുക്ക് ട്രയൽ അടിച്ച് നോക്കാം. ഞാൻ പ്രിൻസിപ്പാളായിട്ട് വരാം, ചേട്ടൻ അച്ഛനായിട്ടും വാ. താൻ പ്രിൻസിപ്പാളായിട്ട് ഞാൻ അച്ഛനായിട്ട് നിൽക്കണം. വേറൊരു കാര്യമുണ്ട്. ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാനില്ല. ചേട്ടൻ പറയണം പ്രിൻസിപ്പാള് പോ, മോള് വാ എന്ന് പറയും. അപ്പൊ ഞാൻ വന്ന് പറഞ്ഞു പ്രിൻസിപ്പാൾ പോ, മോള് വാ. പ്രിൻസിപ്പാളായിട്ട് വാ. അല്ല, ക്യാരക്ടർ ചേഞ്ച് ചെയ്യണ്ടേ? ക്യാരക്ടർ ചേഞ്ച് ആയിരിക്കും. റെഡി? യെസ്, കമ്മിങ്. ആരാ? എന്ത് വേണം? ഞാൻ കോട്ടയത്ത് ഒരു ചെറിയ ഗുണ്ടയാണ്. കുറച്ച് പരിപാടി. എന്താണോ ഈ കാണിക്കുന്നത്? അച്ഛൻ മറന്നു. യെസ്, കമ്മിങ്. ആരാ? എന്ത് വേണം? പ്രിൻസിപ്പാൾ, ഒരു മിനിറ്റ്. പ്രിൻസിപ്പാൾ പോയിട്ട് മോളെന്ന് വന്നേ. എന്താണ്? ഞാൻ ആരാന്നുള്ള സാധനം പറഞ്ഞു. അയ്യോ, ഗവൺമെന്റ് ആർട്സ് കോളേജിലെ MA ലിറ്ററേച്ചർ വിദ്യാർത്ഥിനിയായ ശാരികയുടെ അച്ഛൻ റിട്ടയർഡ് DYSP പ്രഹ്ലാദൻ പാപ്പരങ്കോട്. അതാണ് ഞാൻ കേട്ടോ. പറഞ്ഞാണ് ഞാൻ. ഇനി പ്രിൻസിപ്പാളോട്ട് മോള് പോ. എന്താണോ തനിക്ക് വേണ്ടത്? ഞാൻ ശാരികയുടെ അച്ഛനാണ്. തന്റെ മോളൂടെ ഒപ്പിച്ചു വെച്ച കുഴപ്പം വല്ലതും താൻ അറിഞ്ഞായിരുന്നാ? അറിഞ്ഞില്ല. എന്തൊരു ചെറിയ ഉപ്പിന്റെ മറ്റേ പോസ്റ്റിന്റെ കേസല്ലേ? ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല, അവൾ എഴുതിയിട്ട ക്യാപ്ഷൻ താൻ വായിച്ചായിരുന്നാ? എന്തായിരുന്നു ക്യാപ്ഷൻ? പ്രിൻസിപ്പാളിനെ പ്യൂൺ പിടിച്ചത് ശരിയായില്ലെന്ന്. അങ്ങനെ ഉണ്ടായിരുന്നോ? പ്രിൻസിപ്പാൾ പോ, മോള് വാ. എന്താ അച്ഛാ? ഈ ക്യാപ്ഷന്റെ കാര്യം എന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നല്ലോ. അതച്ഛാ, പ്രിൻസിപ്പാള് വീഴാൻ പോയപ്പോ ഈ പീണൊന്ന് പിടിച്ചിരുന്നെങ്കിൽ വീഴൂലായിരുന്നല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ച് പ്രിൻസിപ്പാളിനെ പറ്റി ഞാൻ പോസ്റ്റ് ഇട്ടത്. പക്ഷെ അതൊരു അസഭ്യമാണ് പറഞ്ഞത്. പ്രിൻസിപ്പാളിനോട് സോറി പറഞ്ഞേക്ക്. സോറി മാം. മോള് പോ, പ്രിൻസിപ്പാൾ വാ.
എന്താണോ തനിക്ക് പറയാനുള്ളത്? അല്ല മോളിപ്പോ ഒരു സോറി പറഞ്ഞായിരുന്നത് കേട്ടില്ലായിരുന്നോ? തന്റെ മോളിവിടെ എന്തിനാ വന്നെന്നറിയാവോ? എന്തിനാണ്? പ്രേമിച്ച് തേക്കാൻ. അവൾ ഇനി തേക്കാനായിട്ട് ആ സയൻസ് ലാബിൽ ഇരിക്കുന്ന അസ്ഥികൂടെ മാത്രം. അതിനാണെങ്കിൽ ആരോഗ്യമില്ല, ആയുസുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ആണോ? പ്രിൻസിപ്പാള് പോ, മോള് വാ. എന്താ അച്ഛാ? നമ്മുടെ കുടുംബത്തിന്റെ അന്തസ് കളയാൻ വേണ്ടിട്ടാണ് നീ ഈ കോളേജിലേക്ക് വരുന്നത്. അയ്യോ തേപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ തന്തേനെ വരെ മാറ്റി പറഞ്ഞു. തനിക്കെന്താ പ്രാന്താണോ? ഹായ് ഹായ്, നല്ല മണം. ഇതെന്താണ് തല തേക്കണത്? താളി. എന്നാണ്? അല്ല, ചെമ്പരത്തി താളി. ഓ എന്റെ ചങ്കൊന്ന് കാളി, ഞാൻ നല്ല മണം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് ഈ അച്ഛൻ മോള് പരിപാടി മാറ്റിയേക്കാം. പിന്നെ എന്നിട്ട് ഞാൻ കാമുകനും കാമുകയായിട്ട് നമുക്ക് പറഞ്ഞാൽ പ്രേമിച്ചിട്ട് നാടൊക്കെ വിട്ട് കല്യാണം കഴിച്ചും പിള്ളേരൊക്കെ സുഖമായിട്ട് ജീവിച്ചാ പോരെ. ഇന്നാളെ ആ ജംഗ്ഷനിൽ ഒരു ചെക്കൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്റെ അച്ഛൻ എന്താ ചെയ്തെന്ന് അറിയാമോ? അവനെ നിക്കർ വലിച്ചൂരി കൊടിമരത്തെ കെട്ടിത്തൂക്കി. യെസ്. എന്താടോ? ഞാൻ നിക്കരിട്ടിട്ടില്ലല്ലോ. ഫോൺ റെഡി, ഫോൺ റെഡി. ഒരു മിനിറ്റ്. അയ്യോ പ്രിൻസിപ്പാള്. ഹലോ മാം, ഞാൻ പുറത്തുണ്ട്. അച്ഛൻ വന്നിട്ടുണ്ട്, ഞാൻ ഫോൺ കൊടുക്കാം. ഹലോ മാഡം, ഒരു മിനിറ്റ്. ആ പറയണ്ടോന്ന് പറഞ്ഞേ. ഗവൺമെന്റ് ആർട്സ് കോളേജിലെ MA ലിറ്ററേച്ചർ വിദ്യാർത്ഥിനിയായ ശാരികയുടെ അച്ഛൻ റിട്ടയർഡ് DYSP പ്രഹ്ലാദൻ പാപ്പരക്കോട്. ഉറങ്ങണേണ ഒരു താരാട്ടുപാട്ട് കേട്ട ഫീൽ. ഹലോ, അതെ MH ലിറ്റർ പൈന്റ് ക്വാർട്ടർ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്. ചിയേഴ്സ്. ഓക്കെ, താങ്ക് യു. ഓ സമാധാനമായി. എത്ര മാസം സസ്പെൻഡ് ചെയ്തത്? 1 മാസത്തേക്ക്. ഞാനത് പറഞ്ഞ് ഡിസ്മിസ് ആക്കിയിട്ടുണ്ട്. അയ്യോ ഡിസ്മിസ് എന്ന് പറഞ്ഞാൽ പുറത്താക്കിയതാണ് അർത്ഥം. കോളേജിൽ വന്ന പഠിക്കാൻ പറ്റുന്ന എനിക്കറിയാം, പക്ഷെ കോളേജിന്റെ പടി ചവിട്ടിയപ്പോഴേക്കും ഇംഗ്ലീഷിൽ ഒരു അർത്ഥം എനിക്ക് മനസ്സിലായി. എന്ത്? ഡിസ്മിസ് എന്ന് പറഞ്ഞാൽ പുറത്താക്കും. നല്ല മണം, ഒരു ഉമ്മരട്ടെ. കോഴി. അയ്യോ പറ, ഈ പിസിന്റെ പിന്നിലെ സംഭവം എന്തായിരുന്നു? ഞാൻ ഇടയ്ക്ക് ദേഷ്യം വരുമ്പോ ഈ ചേട്ടനെ എടാന്ന് വിളിക്കും. അതിനെനിക്ക് പണിഷ്മെന്റ് തന്നതാണ്. പിസ്സല്ല, ആ കോളേജിന്റെ പേര്. ഗവൺമെന്റ് ആർട്സ് കോളേജിലെ അതല്ലേ ശരിക്കും? പിന്നെന്തായിരുന്നു പറഞ്ഞു കൊടുത്തേ? ഓ, അപ്പൊ അതായത് സ്കിറ്റിന്റെ ഉള്ളിൽ മറ്റൊരു കോമഡി നടക്കുന്നുണ്ട് പ്രേക്ഷകർ. അതെന്താന്നുള്ളത് കേൾക്കട്ടെ. ഒരു ഡാ എന്നുള്ള വിളിയിൽ സെന്റ് ഇഗ്നേഷ്യസ് കോളേജിൽ MA ലിറ്ററേച്ചറിന് പഠിക്കുന്ന ശാരികയുടെ അച്ഛൻ റിട്ടയർഡ് DYSP പ്രഹ്ലാദൻ പ്ലാപ്പനം കൂടെ. അതാണ് പറയാൻ കൊടുത്തത്. സെന്റ് ഇഗ്നേഷ്യസ് ഇവിടെ ഇത്രയും നേരം പഠിച്ചു വെച്ചാൽ ഇവിടെ വന്നപ്പോ പേര് ഗവൺമെന്റ് കോളേജിൽ നിന്നപ്പോ അവിടെ കയ്യിന്ന്. ഓ, അപ്പൊ ഇത് ഇവിടുന്നാണ് ഇത് കാണുന്നത്. അവിടെ എത്തിയപ്പോഴാണ് ഈ ആർച്ചിൽ ഇങ്ങനെ പേര് കൊടുത്തേക്കണം. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് പോയി. ഇവിടെ എഴുതി കൊടുത്തായിരുന്നു ആർട്ട് ഡിപ്പാർട്ട്മെന്റില്. അവർക്ക് ടൈപ്പ് ചെയ്യാൻ പോലും അറിഞ്ഞൂടായിരുന്നു. അവര് തന്നെ അത് ലോ കോളേജ് ആക്കി. ആർട്സ് കോളേജ് ആക്കി മാറ്റി. കൊള്ളാം. പക്ഷെ ഇതുപോലത്തെ ഒരുപാട് കോളേജ് അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവും അല്ലെ? കോളേജിൽ പഠിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മനെയും വിളിച്ചുകൊണ്ട് വാന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ആരെങ്കിലും ആയിരിക്കും കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ റിപ്പോർട്ട് കാർഡ് കിട്ടുമ്പോൾ, ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ മാർക്ക് മാറ്റി എഴുതിയിട്ടുണ്ടോ? കോളേജിൽ വരുമ്പോഴത്തേനും നമ്മൾ കോളേജിൽ സസ്പെൻഷൻ ഒക്കെ കിട്ടുന്ന സമയമുണ്ടല്ലോ, അടി വഴക്കുന്നില്ല ഉണ്ടാവും. അപ്പം വീട്ടിൽ നിന്ന് ആരും വിളിച്ചുകൊണ്ട് അവസാനതായി. പിന്നെ കൂട്ടുകാരൻ അമ്മയാണ് വരുന്നത്. എന്റെ സിബിൻ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ, അവൻ അമ്മ വരും. ഇതെന്റെ ആന്റിയാ, അപ്പൊ അമ്മയ്ക്ക് വരാൻ വയ്യ. അപ്പൊ ആ പരിപാടി സ്ഥിരമുള്ള ഒരു പരിപാടി. മേലിലേക്ക് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, അവരോട് ചോദിക്കട്ടെ, ഇതുപോലെ സ്കൂളിലെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടോ? അച്ഛന്റെ ഒപ്പിടാൻ ഭയങ്കര ഈസി ആയിരുന്നു. അപ്പൊ കുഞ്ഞിലെ മുതലേ അച്ഛന്റെ ചെക്ക് ബുക്കൊക്കെ അവിടെ ഉണ്ടോ? ചേച്ചി, കിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? കിറ്റ് സൂപ്പർ ആയിരുന്നു. വിഷ്ണുപ്രിയ സൂപ്പർ. ഷജീർ, ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കുറച്ച് കാശ് ഞാൻ പിടിക്കാൻ പോവാ. പൈസ പിടിക്കില്ലേ ചേച്ചി? എന്റെ ആദ്യത്തെ ഇന്റർവ്യൂലാണ് പോയെന്ന് ഇവര് പറയും. സത്യം പറഞ്ഞാൽ ഇത്ര നേരം സ്കിറ്റ് കണ്ടിട്ട് മറ്റുള്ള ഈ സ്കിറ്റ് തീരല്ലെന്ന് സത്യസന്ധമായിട്ട് ഞാൻ സീരിയസ്ലി സൂപ്പർ ആയിരുന്നു കേട്ടോ. പക്ഷെ വിഷ്ണുപ്രിയ ഭയങ്കര ലക്കിയാണ്. ബിക്കോസ് നല്ലൊരു പാർട്ട്ണർ കിട്ടുക, അവരുടെ അടുത്ത് നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം വേണം. അത് വിഷ്ണുപ്രിയന് കിട്ടിയിട്ടുണ്ട്. ഷജീർ സൂപ്പറായിട്ട് മോൾഡ് ചെയ്യുന്നുണ്ട്. വിഷ്ണുപ്രിയന് നന്നായിട്ട് നിങ്ങൾ രണ്ടാളുടെ ആ ഒരു കോർഡിനേഷനും ആ ഒരു ഇതിൽ ഐക്യം സൂപ്പറാണ്. സൂപ്പർ. ചേച്ചി സ്കിറ്റ് കഴിഞ്ഞിട്ട് ഇവരെ കണ്ടിട്ടുണ്ടോ? താഴെ കണ്ടിട്ടുണ്ടല്ലോ. രണ്ടും കൂടെ അടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, വെരി ഗുഡ്. ഷജീറേ, ഇവിടെ ഒന്ന് തൊപ്പിയെടുത്ത് ഭയങ്കര ചേഞ്ച്, അടിപൊളി, നല്ല രസമുണ്ട്. എല്ലാരും പറഞ്ഞറിയുമോ, ഇവിടെ ഫുഡ് കൊണ്ടുവരുന്ന രമേശ് ഗംഭീരായിരുന്നു അല്ലെ? ക്യാമറയിലെ 4 പേര് കഴിക്കാൻ കൈ കഴുകി താഴെ പോയി. അതെ, ഗെറ്റപ്പ് വൈസും കിടിലുമായിരുന്നു, സ്കിറ്റ് വൈസും കിടിലുമായിരുന്നു. എല്ലാം കൊണ്ട് ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. ഇനി ബാറ്ററി എത്രത്തോളം ചാർജ് ആയെന്നുള്ളത് നമുക്ക് നോക്കാം.
ആണ് രണ്ടുപേർക്കും ലഭിച്ചിരിക്കുന്നത്. സന്തോഷായില്ലേ കുട്ടാ? സന്തോഷായില്ലേ? അടിപൊളി. അപ്പൊ ഇനിയും ഗെറ്റപ്പുകളൊക്കെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് കാണാൻ വേണ്ടി. അതുപോലെ തന്നെ ചിരിപ്പിക്കാനുള്ള സ്കിറ്റുമായിട്ട് വരണം. ബാങ്ക് ഓഫ് ബോംബെ പ്ലീസ് ട്രാൻസ്ഫർ 34,000 rupees. And